നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് നാളായിട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഈ മാസം കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. കാരണം ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്, സഹായ സ്ഥാനാധിപതിയുടെ ദൃഷ്ടിയിലാണ്. അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ ലഗ്ന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അഷ്ടമവ്യാഴത്തിൻ്റേതായിരിക്കുന്ന ഒരു ദോഷമുള്ളത് കൊണ്ട് അഷ്ടമി ഹരദോബാലി എന്നാണ്. അപ്പോൾ ബാലിക്ക് ഒളിയാൻ പറ്റ രീതിയിൽ മനസ്സറിയാത്ത കാര്യത്തിൽ ദൈവഗത്യ വരുന്ന തടസ്സങ്ങൾ കൊണ്ട് കാര്യതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് ലഗ്നാധിപതിയുടെ 7ാം ഭാവത്തിലും ലഗ്നാൽ 10ലുമാണ്. അപ്പോൾ 10ാം ഭാവത്തിൽ നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ പരിശ്രമിച്ചാൽ ജോലിയുടെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന അവസ്ഥാ കാര്യങ്ങളാണ് കാണുന്നത്. എന്നാലും 12ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് 10 രൂപ കയ്യിൽ കിട്ടിയ 20 രൂപ ചിലവ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. മാത്രമല്ല ലഗ്നാധിപതിക്ക് പാപമധ്യസ്ഥിതിയാണ്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ലഗ്നാധിപതി ലഗ്നകേന്ദ്രത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ലഗ്നാൽ 12ലും 2ലും പാപഗ്രഹയോഗം വന്നത് കാരണം സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താഗ്രഹിച്ചാലും ഇപ്പോൾ നമ്മളൊരു ഇന്ന ദിവസത്തിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരുമ്പോൾ മറ്റ് എന്തെങ്കിലും തടസ്സം വന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണത വരാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ശത്രുദോഷം വർദ്ധിക്കുക, ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കും കൂടി സാധ്യതയുള്ളൊരു സമയമാണ്. അതേപോലെ നാഗപൂജ ചെയ്യണം. പിന്നെ പൊതുവെ ഈ നിരാശ, അലസത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാരണം അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശനി ആയത് കാരണം കൊണ്ട് വലിയ ദോഷങ്ങളില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ഒരു മാനസികമായിട്ടൊരു ഉത്സാഹം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്ത് കാര്യത്തിനാണ് നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ സഹായികളായിരിക്കുന്ന വ്യക്തികളോ ഒക്കെ നമ്മളെ അകന്നു പോകുക, അല്ലെ അവരുടെ പെരുമാറ്റ സ്വഭാവം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിടവരായ എന്ന് പറയുന്നൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടും അതുപോലെയുള്ള പ്രാർത്ഥനയും ശക്തമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വലിയൊരു ദോഷങ്ങളൊന്നുമില്ലാതെ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു മാസമാണ്. പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള ഒരു മാസം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.